ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. ഇന്ന് താരതമ്യേന തിരയുടെ ആ ഒരു ശക്തി വളരെ കുറവാണ്. അതുപോലെ തന്നെ അനേകം ആളുകൾ ഇന്ന് ഈ ഒരു ബീച്ചിലൂടെ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു തിര കണ്ടാൽ നമുക്ക് കായലിൽ എങ്ങനെയാണോ ഒരു ചെറിയ ഓളം ഉള്ളത് അതുപോലെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു തിരമാല എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം തിരയോടടുത്ത് വളരെ സന്തോഷത്തോടെ ഇവിടെ നിൽപ്പുണ്ട്. തിരമാലയുടെ ശക്തി ഇന്ന് വളരെ കുറവായതിനാൽ വളരെ ധൈര്യത്തോട് തന്നെ ആ തിരയോടടുത്തൊക്കെ അനേകം ആളുകളോടെ നിൽക്കുകയും കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ള അനുഭവമാണ് ഇന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കടൽ വളരെ ശാന്തനാണ്. ചെറിയൊരു തിരമാല മാത്രമേ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ട്. ഈ കരയിൽ നിന്നുകൊണ്ട് ആ സൂര്യാസ്തമയം കാണുന്നതും ആ സമയത്തെ ആകാശ ദൃശ്യം നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ഇപ്പോൾ ആ ഒരു തിരമാല നിങ്ങൾ കണ്ടില്ലേ, ചെറിയൊരു തിരമാലയാണ്. മഴക്കാലമൊക്കെ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തിരമാല വരുന്നത്. ഈ ഒരു 5 മണിയാകുന്ന സമയത്ത് കടൽ തീരത്ത് വന്ന് നിന്ന് ഈ കടലിനെ ഇങ്ങനെ നോക്കി നിന്ന് ആ തിരമാലയും ആ സൂര്യാസ്തമയവും ഈ ആകാശ ദൃശ്യമൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു അനുഭവം തന്നെയാണ്. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കടലിലൊക്കെ ഇറങ്ങി കളിച്ചും ഒക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5:15 മണിയായിട്ടുണ്ട്. ആ ഒരു സമയത്തെ ഒരു ദൃശ്യമാണ് ഇത് കാണുന്നത്. ഇന്ന് ഭയങ്കര ആൾക്കാരാണിന്ന്. ആലപ്പുഴ ബീച്ചിൽ നിന്നൊരു 2 കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ബോട്ടിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ആ ഒരു പുന്നമട കായലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ അനേകം ടൂറിസ്റ്റുകൾ വരികയും അതുപോലെ തന്നെ നമുക്ക് കായൽ വഴി പുന്നമട കായലിൻ്റെ മനോഹാരിത കാണാനും നമുക്ക് സാധിക്കും. അതിന് തൊട്ടടുത്ത് ഈ ഒരു ബീച്ചും ഉണ്ട്. അന്നേരം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വരുന്നവർക്ക് ബോട്ടും സഞ്ചരിക്കാം. അത് കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന മേഘ ദൃശ്യം കണ്ടോ? എന്തോ നമ്മുടെ ഒരു ഭൂപടത്തിൻ്റെ ഒരു ആകൃതിയൊക്കെ നമുക്ക് കണ്ടാൽ തോന്നും. പിന്നെ ഒരു നീലാകാശവും ഒരു ചെമ്മാനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇച്ചിരി ദൂരെ നിന്നുള്ള ഒരു ആകാശ ദൃശ്യം. ഇന്നത്തെ ഈ ട്രിപ്പിൽ ഞങ്ങൾ ഹൗസ് ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ബീച്ചിലേക്ക് വന്നതാണ്. എൻ്റെ കൂടെ അനേകം സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊരു ട്രിപ്പ് വന്നതാണ് ഹൗസ് ബോട്ടിന്. അത് കഴിഞ്ഞ ശേഷം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ ബീച്ചിൽ വന്നതാണ്. ഈ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരാണ്. ഇങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട്. കടലിൻ്റെ തിരമാലിൻ്റെ ശക്തിയൊക്കെ കൂടി വരുന്നുണ്ട്. അവിടെയുള്ള ഓഫീസർമാർ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വിസിലൊക്കെ അടിച്ച്. ഇപ്പോൾ ഞങ്ങൾ തിരികെ പോകാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഈ പാലത്തിൻ്റെ അവിടെയും എല്ലാം നല്ല ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് മനോഹരമായിട്ടുള്ള ആ ഒരു ദൃശ്യം കടലിൻ്റെ. ഇപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിനോട് യാത്ര പറയുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ബീച്ചിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.